40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. യേശുവും സംഘവും എരിഹോവിൽ നിന്ന് മടക്കയാത്രയിലാണ്. വലിയ ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തിന്റെ ആരവാരത്തിൽ നിരത്തുകൾ സജീവമായിരിക്കുന്നു. നിരത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട നിരങ്ങി നിന്ന അന്ധരായ മനുഷ്യരെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. അവരെ അന്ധന്മാർ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. ചുറ്റുപാടുകൾ സ്വയം അറിയാത്തവർ. പതിവില്ലാതെ ജനക്കൂട്ടത്തിലെ യേശു സാന്നിധ്യത്തെപ്പറ്റി ആരോ പറഞ്ഞ് മുന്നറിവ് അവർക്കുണ്ട്. ചുറ്റുപാടിനെ കുറിച്ച് നേരിട്ട് അറിയുന്നില്ല എങ്കിലും മറ്റുള്ളവരാൽ യേശു സാന്നിധ്യത്തെ അവരറിഞ്ഞു. ആ അറിവ് ആഴത്തിലുള്ളതാണ്. ആ അറിവിന്റെ ആഴത്തിൽ നിന്ന് ജനക്കൂട്ടത്തെ നിശബ്ദമാക്കുന്ന നിലവിളി ഉയരുന്നു. ഇതൊരു നിലവിളി എന്ന് പറയുമ്പോഴും അതൊരു പ്രത്യാശയുടെ വിളിയാണ്. ദാവീദ് പുത്ര എന്ന് ഉറക്കെ അന്തരീക്ഷത്തിൽ ഉയരുന്നു. ഇത് ചരിത്രപരമായി ജൂതന്മാരുടെ രാജകീയ സങ്കല്പത്തിലെ ഒരു മാതൃകയാണ്. നിരത്തിൽ നടന്നു നീങ്ങുന്ന ക്രിസ്തു ദാവീദോളം എത്തി നിൽക്കുന്നുവെന്ന് അന്ധന്മാരായ അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തിരിച്ചറിയുകയാണ്. ഈ നിലവിളിയിൽ കരുണയാണ് അവരുടെ ആവശ്യം. അവർ ഉറക്കെ നിലവിളിക്കുന്നു. എന്നാൽ ജനക്കൂട്ടം മിണ്ടാതിരിപ്പാൻ അവരെ നിർബന്ധിക്കുന്നു. ആവശ്യങ്ങളിൽ നിന്ന് ഉയരുന്ന നിലവിളിയിൽ നിശബ്ദമാക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ യേശുവിനോട് അവർ ഉറക്കെ നിലവിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് കാഴ്ച വേണം എന്നുള്ളതാണ്. ആവശ്യത്തിന്റെ പുറത്ത് നിലവിളിക്കുന്ന മനുഷ്യർക്ക് ലഭ്യമാക്കി തീർക്കുന്നതാണ് കരുണ. കരുണയ്ക്ക് തടസ്സമായി നിൽക്കുന്നവർ, ആ തടസ്സമായി നിൽക്കുന്ന മനുഷ്യരെ അതിജീവിക്കുന്ന ശബ്ദമാണ് അവരിൽ നിന്ന് രൂപപ്പെടുന്നത്. കരുണ ചെയ്ത് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ അതിന് തടസ്സം നിൽക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ വചനത്തിൽ നിന്ന് അവർ ദൂരെ പോവുകയാണ്. യേശു പൊതുനിരത്തിൽ അവർക്ക് കരുണ നൽകുന്നു. പൊതുവഴിയിൽ കരുണ നഷ്ടപ്പെട്ടവന് ചുറ്റുപാടിനെ സ്വയം ജീവിതത്തിൽ നിർണയിക്കുവാൻ വേണ്ടി കരുണ അനിവാര്യമായി തീരുന്നു. കരുണ എല്ലാ കാലത്തും പൊതുസമൂഹത്തിൽ അവരവരുടെ ആവശ്യത്തിന് ലഭ്യമാകേണ്ട നീതിബോധമാണ് എന്നുള്ളത് നാം എല്ലാ കാലത്തും തിരിച്ചറിയണം. കരുണ കിട്ടിയവർ തുടർന്നുള്ള യേശു സഞ്ചാരത്തിൽ നിരത്തിൽ യേശുവിനെ അനുഗമിക്കുന്നു. ഇനി അവർ നടന്നുകൊണ്ട് യേശുവിനൊപ്പം കൂടുന്നു. അവർ നിൽക്കാതെയാണ് ഇനി നടക്കുന്നത്. പുതിയ ശിഷ്യത്വത്തിന്റെ തുടക്കമാണ്. നിരത്തുകളുടെ സുവിശേഷമായി അവർ എരിഹോവിന് പുറത്തേക്ക് നടന്നുകൊണ്ടേയിരുന്നു.